ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത വിവരിക്കുന്ന ദിനവിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുഞ്ചിരി ദിനം, പ്രണയദിനം, വിഡ്ഢിദിനം, ഹൃദയദിനം എന്നിങ്ങനെ വേണ്ട അന്തർദേശീയവും ദേശീയവും തദ്ദേശീയവുമായ വിവിധ തരം ആഘോഷങ്ങളുടെയും സ്മരണകളുടെയും ആചാരങ്ങളുടെയും ചരിത്രം വിവരിക്കുന്ന ഒരു പുതിയ പരിപാടിയാണ് ദിനവിശേഷങ്ങൾ. ഏപ്രിൽ 1 ലോക വിഡ്ഢിദിനം അഥവാ ഏപ്രിൽ ഫൂൾസ് ഡേ. ഏപ്രിൽ 1 നിങ്ങൾ പലരും വിഡ്ഢികളായിട്ടുണ്ടാകും. നിങ്ങൾ പലരും മറ്റുള്ളവരെയും വിഡ്ഢികളാക്കിയിട്ടുണ്ടാകാം. മാത്രമല്ല, വിഡ്ഢികളാക്കിപ്പെട്ടവർ വിഡ്ഢികളാകാത്തവരെയും കൂടി നിങ്ങൾ വിഡ്ഢികളാക്കിയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഏപ്രിൽ 1 എങ്ങനെ ആരംഭിച്ചതെന്ന്? അതിന് 3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, റോമിൽ ഗിലാറിയ എന്ന വലിയ ആഘോഷമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ആഘോഷത്തേക്കാളും ഗംഭീരമാണ്. അവിടെ ആഘോഷം മാർച്ച് അവസാനമാണ്. ഈ മാർച്ച് അവസാനത്തിൽ ജനങ്ങൾ പ്രച്ഛന്നവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വിഡ്ഢികളാക്കുന്ന ഒരു തരം ആഘോഷം. അത് ചിലപ്പോൾ ഏപ്രിൽ 1 വരെ നീളാം. അങ്ങനെയാണ് പിന്നീട് ഏപ്രിൽ 1 മറ്റുള്ളവർ വിഡ്ഢികളാക്കാനുള്ളൊരു ദിവസമായിട്ട് മാറി. അങ്ങനെ ഏപ്രിൽ ഫൂൾസ് ഡേ ഉണ്ടായി എന്ന് ഒരു അഭിപ്രായം. തീരുന്നില്ല കേട്ടോ. രണ്ടാമത്തെ അഭിപ്രായം, മലയാള സാഹിത്യത്തിലെ പ്രഥമ ഗ്രന്ഥം എന്ന് പറയുന്നത് ചീരാമൻ്റെ രാമചരിതമാണ്. പക്ഷേ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രഥമ ഗ്രന്ഥം എന്ന് പറയുന്നത് ജെഫ്രി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസാണ്. പക്ഷെ അതിൽ ഒരു തീയതി പറയുന്നുണ്ട്, നിങ്ങൾ ചിരിക്കും. അത് മാർച്ച് 32. വായനക്കാരൻ്റെ മനസ്സിൽ ഏപ്രിൽ 1 എന്ന് പറയുന്നതിന് പകരം മാർച്ച് 32 എഴുതിയപ്പോൾ ആ വായനക്കാരൻ ഒരു തരത്തിൽ മറ്റു തരത്തിൽ പറ്റിക്കപ്പെടുകയാണ്, വിഡ്ഢികളാകുകയാണ്. അങ്ങനെ ഏപ്രിൽ 1 ഒരു വിഡ്ഢികളുടെ ദിവസമായിട്ട് മാറി എന്നുള്ളത് മറ്റൊരു അഭിപ്രായം. പക്ഷേ ഞാൻ അംഗീകരിക്കുന്നത് മൂന്നാമത്തെ അഭിപ്രായമാണ്. കാരണം നമ്മൾ ഉപയോഗിച്ചിരുന്ന കലണ്ടർ എന്ന് പറയുന്നത് റോമൻ കലണ്ടർ അഥവാ ജൂലിയൻ കലണ്ടറാണ്. പിന്നീടാണ് അത് ഗ്രിഗോറിയൻ കലണ്ടറായിട്ട് മാറിയത്. ജൂലിയൻ കലണ്ടർ പ്രകാരം പുതുവർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 അത്രേ. പക്ഷേ പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുതുവർഷം ജനുവരി 1 മാറി. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പോലെ മാധ്യമങ്ങളൊന്നും അത്ര ശക്തമായിരുന്നില്ലല്ലോ. തീരുമാനങ്ങളൊന്നും സാധാരണക്കാർ അറിഞ്ഞുമില്ല. ജനുവരി 1 പുതുവർഷം മാറ്റിയാൽ അറിയാത്ത ആൾക്കാർ ഏപ്രിൽ 1 പതിവ് പോലെ പുതുവർഷം ആഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ ജനുവരി 1 ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 1 പുതുവർഷം ആഘോഷിച്ചപ്പോൾ അവരെ കളിയാക്കാനുള്ള ഒരു ദിവസമായി ഏപ്രിൽ 1 മാറി. അങ്ങനെയാണ് ഏപ്രിൽ ഫൂൾസ് ഡേ അഥവാ ഏപ്രിൽ 1 ഒരു ഫൂൾസ് ഡേ ആയിട്ട് മാറിയത് എന്ന് ഒരു അഭിപ്രായം. ഞാൻ ഈ അഭിപ്രായത്തോട് ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലാണ് ഈ ആഘോഷം കൂടുതൽ ശക്തമായത്. അവരുടെ സാമ്രാജ്യം ലോകമെങ്ങും വ്യാപിച്ചതോടുകൂടി പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ വ്യാപ്തി അവർ കൊണ്ടുവന്നതോടുകൂടി ഇന്ത്യയിലും ഈ ഏപ്രിൽ ഫൂൾസ് ഡേ ആഘോഷിക്കാനായിട്ട് തുടങ്ങി. ഈ ദിവസം എനിക്ക് നൽകാവുന്ന സന്ദേശം ഇതാണ്. പ്രശസ്തനായ എഴുത്തുകാരൻ മാർക്ക് ട്വെയിൻ്റെ മനോഹരമായ വാക്കുകളാണ്. ഏപ്രിൽ 1 എന്നത് 364 ദിവസം നീ ചെയ്തുണ്ടാക്കിയ മണ്ടത്തരങ്ങളെയും അബദ്ധങ്ങളെയും ഓർക്കാനുള്ള ഒരു ദിവസമായിരിക്കണം. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഏപ്രിൽ 1 മറ്റുള്ളവർ വിഡ്ഢികളാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മെ വിഡ്ഢികളാക്കാനോ ഉള്ള ഒരു ദിവസമല്ല. മറിച്ച് നീ 364 ദിവസം നീ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങളെയും അല്ലെങ്കിൽ വിഡ്ഢിത്തരങ്ങളെയും അബദ്ധങ്ങളെയും ഓർക്കാനും അത് ഇനി ചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുക്കാനുമുള്ള ഒരു ആത്മവിമർശനത്തിൻ്റെ ദിനമായിരിക്കട്ടെ ഈ ഏപ്രിൽ 1 ലോക വിഡ്ഢിദിനത്തിൽ.